ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് കോളേജിൽ കർക്കിടക്കഞ്ഞി വെക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. നമുക്കറിയാം കർക്കിടക്കഞ്ഞി എന്താണ്, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു കഞ്ഞിയാണ് കർക്കിടക്കഞ്ഞി എന്ന് പറയുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാന്, അതുപോലെ തന്നെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പുറന്തള്ളാന്, അതുപോലെ മഴക്കാല രോഗങ്ങളൊക്കെ നമ്മളെ പ്രതിരോധിക്കാനൊക്കെ എന്താണ് ഈ ഒരു കഞ്ഞി വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ തികച്ചും ഈ ഒരു അന്യമായി ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ തികച്ചും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മള് പിന്നെ മട്ടരി, അതുപോലെ ചെറുപയറ്, ആശാളി, പിന്നെ കുറച്ച് മരുന്ന് ഐറ്റംസുകളൊക്കെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കഞ്ഞി ഇവിടെ തയ്യാറാക്കുന്നത്. കഞ്ഞിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, പക്ഷെ മൈക്ക് ഓഫ് ആയതുകൊണ്ട് എന്താണ് നമുക്ക് ആ ഒരു ടോക്ക് ഒന്നും ഇതിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ കുക്കർ അടക്കാൻ നിൽക്കുമ്പോൾ കുക്കർ അടയുന്നില്ല ഗൈസ്. അപ്പൊ നമ്മൾ എല്ലാരും കൂടി കുക്കർ അടച്ചു. ഫൈനലി നമ്മളെ കുക്കറൊക്കെ സെറ്റായി. ഇനി നമ്മള് ഇതിനോട് കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, ഭക്ഷ്യയോഗ്യമായ ഇലകളുടെ പ്രദർശനം. അതുപോലെ തന്നെ പത്തില, ഇലയിലെ ഏറ്റവും പ്രമുഖരായ പത്തിലയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാന്നുള്ളൊരു ഇതും കൂടി എന്തുണ്ട് ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ ടീച്ചേഴ്സ് ഒക്കെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാണ്. പരിപാടി കെമിക്കൽ ഡ്രോയിങ് ആണ്. ലാസ്റ്റ് പരിപാടി കഞ്ഞി റെഡി. നമ്മളിപ്പോ കടന്നു അങ്ങനെ നമ്മുടെ കഞ്ഞി റെഡി. കസ്തൂരി ഐടിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുക്കിയ കർക്കിടക കഞ്ഞി വിതരണവും വിവിധതരം ഭക്ഷ്യയോഗ്യമായ ഇലകളുടെ പ്രദർശനവുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പുതിയ കാലത്ത് നമ്മുടെ തലമുറക്ക് പരിചയമില്ലാത്ത മരുന്ന് കഞ്ഞിയും അതുപോലെ വിവിധ ഇലകളുടെ ഉപയോഗവും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ ഈ പ്രദർശനം വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനുവേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പഴയ തലമുറയിൽ നിന്നും
പരമ്പരയായി കൈമാറി വന്ന നാട്ടറിവുകളും പുതിയ കാലത്തെ വിദ്യാർത്ഥികളുടെ അനുഭവവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു കഞ്ഞി വിതരണവും പ്രദർശനവും മാതൃകായോഗ്യമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കഞ്ഞി വിതരണവുമായി ബന്ധപ്പെട്ട് കഞ്ഞി വിതരണത്തിന് ഉപയോഗിക്കുന്ന ചിരട്ടകൾ ശേഖരിച്ച് തൂക്കി വിറ്റ് കിട്ടുന്ന സംഖ്യ പടിഞ്ഞാറ്റുമുറി സ്മാർട്ട് സെന്ററിലെ കിഡ്നി രോഗികളുടെ ഡയാലിസിസ് ചികിത്സയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യാനും വിദ്യാർത്ഥികളും അധ്യാപകരും തീരുമാനിച്ചിരിക്കുന്നു. ഇതും വളരെ ശ്ലാഘനീയമായ കാര്യമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ടീച്ചേഴ്സാണ് കഞ്ഞി കുടിക്കാൻ ഇരിക്കും. ഓക്കെ, എങ്ങനെയുണ്ട് കഞ്ഞി? അടിപൊളി. അതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. എത്ര ടേസ്റ്റിൽ എന്തെങ്കിലും കോപ്പി സൂപ്പർ സാധനം. എന്തായാലും ഇതിന്റെ മരുന്നിന്റെ വാസനയിൽ ഇതിന്റെ ടേസ്റ്റ് വരുന്നത് എന്നാലോ കഴിക്കുന്നില്ല. ശരിക്കും അതിന്റെ ഔഷധങ്ങൾ നമുക്ക് ബോധ്യം. കഞ്ഞി ഭയങ്കര സംഭവമായി പോയി. പക്ഷെ കഞ്ഞിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ചിരട്ടി, ഈ പ്ലാവില വളരെ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. കഞ്ഞിയുടെ ടേസ്റ്റ് നല്ല ഉഷാറായിട്ടുണ്ട്. ഔഷധവും കഞ്ഞി ടേസ്റ്റും എന്താ പറയാ സ്വാദിഷ്ടമാണ്. ഇതിലപ്പുറത്തേക്ക് ചില ഓർമ്മപ്പെടുത്തൽ കൂടെ ഈ പിന്നിലുണ്ട്. നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും തന്നെ ഇത് നല്ലൊരു എന്താ പറയാ ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കേണ്ടത് തന്നെ സ്കൂളുകളിൽ മറ്റെല്ലായിടങ്ങളിലും തന്നെ ഇതിന്റെ ഒരു പരിചയപ്പെടുത്തൽ കൂടെ ആവശ്യമാണ്. കഞ്ഞി എങ്ങനെയുണ്ട്? അടിപൊളി. അതെ, ഏതായാലും കർക്കിടക്കഞ്ഞി വളരെ രസകരമാണ്, രുചികരമാണ്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും തൃശ്ശൂരിലെ ഡീലർ സെന്ററുകാർ ഒരുക്കിയ ഈ കർക്കിടക്കഞ്ഞി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തോന്നുന്നു. പത്തിലയും അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യയോഗ്യമായ ഇലകളുടെയും പ്രദർശനം ഉണ്ടായിരുന്നു. അതും കണ്ടു. നമ്മുടെ കുട്ടികൾക്ക് ഈ ഇലകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ഒരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു വെരി മച്ച്. നിങ്ങൾ വേറെ കഞ്ഞി കുടിച്ചിട്ടില്ല? ഫസ്റ്റ് ആയിട്ട് കുടിക്കാം. അടിപൊളി, നല്ല ഹെൽത്തി ആവുന്നുണ്ട്. സൂപ്പർ. ഇലയും കൊണ്ടുവരാനല്ലേ കഞ്ഞി കുടിച്ചിരിക്കുന്ന ഷഹാന. എങ്ങനെയുണ്ട് റഹ്മ കഞ്ഞി? അതിന് കഞ്ഞി വാങ്ങിച്ചില്ലേ? എന്ത് തോന്നുന്നു? വീട്ടിലുണ്ടാക്കാറില്ല. ആരാണ് കൈപ്പുണ്യത്തിന് പിന്നിൽ? ആരാണ് കൈപ്പുണ്യത്തിന് പിന്നിൽ? ജംഷീന ടീച്ചർ. ജംഷീന ഒരേ അടിപൊളിയല്ലേ?
അച്ചാറുടി വേണമെന്നോ ഔഷധക്കഞ്ഞി ചമ്മന്തി തോരൻ ആ ഇലകളൊക്കെ ഉണ്ടല്ലേ. ഇരിക്കും മക്കളെ. അടുത്ത സ്റ്റെപ്പുമൊക്കെ ഇറങ്ങിയിരുന്നോ? അതെ. തലമുറകൾ കഴിച്ച് എന്താ പറയാ എല്ലാ തരത്തിലും രീതിയിലേക്ക് കഴിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവും പലതും 35ഓളം ചേരുവകളാണ് നിങ്ങൾ കഴിക്കുന്ന ഈ കർക്കിടക്കഞ്ഞിക്കകത്തുള്ളത്. 38ഓളം ചേരുവകളാണ്. പലതും നമുക്ക് അറിയണ്ടാവില്ല, പക്ഷെ പലതും നമ്മൾ അറിയുന്നതുണ്ടായി. ഞാൻ തന്നെ വായിക്കുമ്പോഴാണ് പലതും അറിയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് കൂട്ടുണ്ടോ ഇത്രയും കൂട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഒരു പക്ഷേ പിന്നെ ഏകദേശം ഒരു 10-20ഓളം കൂട്ട് ഇതിനകത്ത് നിങ്ങൾ കഴിക്കുന്നതിനകത്ത് അതിന് പറയാം. കാര്യം നല്ല തോരാമഴ അല്ലെങ്കിൽ എല്ലാ തരത്തിലും തോരാമഴയുള്ള ഒരു മാസമാണ് കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ ആ കാലങ്ങളിൽ നമുക്കുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തികളിലോ അല്ലെങ്കിൽ ജോലികളിലോ ഒക്കെ തന്നെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പൊതുവെ ഒരു പട്ടിണി എന്നൊക്കെ പറയും. പണ്ട് നമുക്കറിയാം, പണ്ടൊക്കെ ഈ ചക്കക്കുരു ഒക്കെ ഇതിനകത്തായി ചാണകത്തില് പൊതിഞ്ഞിട്ട്, ചാണകവും മണ്ണും ചേർത്ത് പൊതിഞ്ഞിട്ട് പൊടിച്ചിടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ പലതരം വിത്തുകൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും. നമുക്കറിയാം വാട്ടപ്പൂള, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ടപ്പൂള എന്നൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അറിയില്ല. വാട്ടപ്പൂള അടക്കം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒത്തിരി കർക്കിടകഞ്ഞി കുടിക്കാന്ന് പറയാൻ പറ്റില്ല, അല്ലാണ്ടേയും കുടിക്കാം. കാരണം ആരോഗ്യം നമുക്ക് എന്താ അറിയാം, നമുക്ക് ഏത് കാലത്തിലായാലും കാലങ്ങൾക്ക് ഭേദങ്ങൾക്കനുസരിച്ചിട്ടൊന്നും മാറ്റങ്ങൾ അങ്ങനെ വരുന്നുണ്ടാവില്ല. പക്ഷെ പൊതുവെ കർക്കിടക മാസത്തിനകത്ത് ഈ ഒരു കർക്കിടകഞ്ഞി കുടിക്കുന്നത് മാത്രമാണ് ഉള്ളത്. ഇതിനകത്തുള്ള ചേരുവകൾ നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ട് പോകണം. പലതും നമുക്ക് പരിചയമില്ലാത്തതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ മുതിർന്ന ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചില ഇലകളും കാര്യങ്ങളും കൊണ്ടു തരാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന 10 ഇലകള് ശരിക്കും ഏറ്റവും ഗുണകരമാവുന്ന തരത്തിലേക്കുള്ള ഇലകളാണ്. ഇതെല്ലാം നിങ്ങളെ ബോധ്യപ്പെട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ഒത്തിരി നാട്ടറിവുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ നാട്ടറിവുകളെ നെഞ്ചോട് ചേർക്കുക, അങ്ങനെയാണ് പറയാം. നാട്ടറിവുകളെ നെഞ്ചോട് ചേർക്കുക. നമ്മുടെ എന്താ വെച്ചാൽ നമ്മുടെ കൺവെർട്ടിൽ നിന്ന് പഠിക്കാൻ കൊണ്ടുവരേണ്ട ഇലകൾ, കൊണ്ടുവന്ന ഇലകൾ അതിന്റെ മെഡിസിനായിട്ടുള്ള അതിന്റെ പിന്നെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടണം. കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ പിടിച്ച് വെള്ളം തേടി കഴിഞ്ഞു നിറയെ നെല്ലുണ്ട് അമ്മ കഞ്ഞി വരുന്നു, അമ്മ പാടമാടിക്കുന്നു. നിറയെ നെല്ലുണ്ട് അമ്മ കഞ്ഞി വരുന്നു, ആ നിറയെ നെല്ലുണ്ട് അമ്മ കഞ്ഞി വരുന്നു, ആ നിറയെ നെല്ലുണ്ട് അമ്മ കഞ്ഞി വരുന്നു. ഓക്കെ, താങ്ക് യു. ഇതെല്ലാവരും കണ്ടു ബോധ്യപ്പെട്ട് പോകട്ടോ. കണ്ട് ബോധ്യപ്പെട്ട് കുറിച്ചു പോകാം, നിലത്തേക്ക് കുറിച്ചു പോകാം.
നമ്മള് പറഞ്ഞ പോലെ തന്നെ അത് ഔഷധക്കഞ്ഞി എന്ന പേരിൽ പണ്ട് തന്നെ അറിയപ്പെട്ട സംഭവമാണ്. ഒരുപാട് ഔഷധ കൂട്ടുകള് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ഭക്ഷണം തന്നെയാണ് ശരിക്കും പറഞ്ഞാല് നമ്മളെ ഔഷധം. അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല. പഴയ ആളുകള് ഇത്തരത്തിലുള്ള പാരമ്പര്യ ഭക്ഷണം തന്നെയായിരുന്നു അവരുടെ ഔഷധം കൂടിയായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇന്ത്യയിലെ അധ്യാപകർക്കും കുട്ടികൾക്കും അറിയിക്കുന്നു. എങ്ങനെയുണ്ട് കഞ്ഞി കുടിച്ചില്ലേ? ഞാൻ ഫസ്റ്റ് ആയിട്ട് കുടിക്കണം എന്നറിയാം.